നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q&B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. നമുക്കെല്ലാവർക്കും ഒരു ശീലമുണ്ട്, രാവിലെ എണീറ്റ പാടെയൊക്കെ ചായ കുടിക്കുക അല്ലെങ്കിൽ കോഫി കുടിക്കുന്നതൊക്കെ. അപ്പോൾ പലരും കോഫി കുടിക്കുന്ന അല്ലെങ്കിൽ ചായ കുടിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല അസുഖങ്ങളും അവർ വിളിച്ചു വരുത്തുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് കോഫി ഇപ്പം പഞ്ചസാര ഇടാതെ നിങ്ങൾ ഒരു ബ്ലാക്ക് കോഫി കുടിക്കുന്നുണ്ടെങ്കിൽ, പാലൊഴിക്കാതെ പഞ്ചസാര ഇടാതെ ഒരു കോഫി കുടിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. അത് നമ്മൾ ഹെൽത്ത് വൈസ് നോക്കുന്ന സമയത്തും അത് നമ്മുടെ ബോഡിക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഫാറ്റി ലിവറുള്ള ആളുകളൊക്കെ എടുത്ത് നോക്കാം. ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നിങ്ങളുടെ ലിവറിന് ചുറ്റും കൊഴുപ്പടിഞ്ഞു കൂടുന്ന കണ്ടീഷനാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഫാറ്റി ലിവർ കണ്ടീഷനുകളിൽ നമുക്ക് ഈ ഒരു കട്ടൻ കാപ്പി 2 നേരമൊക്കെ ആയിട്ട് കുടിക്കുന്നത് ലിവറിന് ചുറ്റുള്ള കൊഴുപ്പ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. പക്ഷേ നമ്മൾ പലരും രാവിലെയൊക്കെ എണീച്ച പാടെ തന്നെ ചെയ്യുന്നത്, ചില ആളുകളൊക്കെ വെള്ളം കുടിക്കാറുണ്ട്, എന്നാൽ ചില ആളുകൾക്ക് ഈ ഒരു ചായയോ അങ്ങനെ കോഫിയോ എന്തെങ്കിലുമൊക്കെ നിർബന്ധമാണ് രാവിലെ. അത് അത്യാവശ്യം പഞ്ചസാരയൊക്കെ ആഡ് ചെയ്ത് പാലൊക്കെ ഒഴിച്ചിട്ടാണ് പലരും കുടിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ ഹെൽത്ത് കണ്ടീഷൻസ് ഒന്നും ഇല്ലെങ്കിലും പഞ്ചസാര ഒഴിവാക്കണം, മാക്സിമം ഒഴിവാക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് പാലൊഴിച്ച് കുടിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ചുമ്മാ നിങ്ങൾ ആ ഒരു കട്ടൻ കാപ്പിയായിട്ട് കുടിക്കുന്നതാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മളൊരു ചായ കുടിക്കുന്ന സമയത്തൊക്കെ പിന്നെ നിങ്ങൾക്ക് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പലർക്കും അത്രത്തോളം ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന ഒരു ഹെൽത്തി ഓപ്ഷനെ നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് ഇതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ കുറയ്ക്കും. അതിന് പകരമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റാത്തതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളൊരു 10 മണി 11 മണിക്ക് ആവുന്ന സമയത്ത് മറ്റെന്തെങ്കിലും കഴിക്കേണ്ട ഒരു ശീലം, അല്ലെങ്കിൽ ഒരു പുറത്തുനിന്നൊരു ഹോട്ടലിൽ നിന്നൊക്കെ എന്തെങ്കിലും കഴിക്കേണ്ട ഒരു ശീലം നിങ്ങൾ പലർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ രാവിലെ എണീറ്റിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചോ, അത് കുറച്ചും കൂടി പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. നമുക്ക് അത്ര പെട്ടെന്ന് വിശപ്പും കാര്യങ്ങളൊന്നും വരില്ല, നമ്മുടെ ബോഡിക്ക് അത് ഒരു ഡീടോക്സിഫൈങ് ഏജൻ്റായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് രാവിലെ തന്നെ എണീറ്റ് നിങ്ങളൊരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കാം. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാര ഒന്നും ആഡ് ചെയ്യാതെ കാപ്പി കുടിക്കുക. അതിനുശേഷം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഹെൽത്തി രൂപത്തിലായിരിക്കണം. അതിപ്പോൾ ഏത് അസുഖമുള്ള ആളുകളാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം. ഇപ്പം നിങ്ങൾ ഡയറ്റ് എടുക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിവർ കണ്ടീഷൻസ് ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിലോ, അല്ലെങ്കിൽ എന്ത് അസുഖം ആയിക്കോട്ടെ, ഡയബറ്റീസ് ഒക്കെ ആണെങ്കിലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് യാതൊരു തരത്തിലുള്ള കട്ടോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ കൊടുക്കാൻ പാടില്ല. നിങ്ങളത് ഹെൽത്തി ആയിട്ടുള്ള രൂപത്തിൽ നല്ല നിങ്ങളുടെ വയറ് ഫുള്ളാവുന്ന രീതിയിൽ തന്നെ അത് കഴിക്കാം. അപ്പം അതെന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ എടുക്കുന്ന ചായ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ കഴിക്കണം നിർബന്ധമില്ല. ആ ചായയിൽ പാലൊഴിക്കാതെ പഞ്ചസാര ഒഴിക്കാതെ ആണെങ്കിൽ വലിയ പ്രശ്നമല്ല, അത് നമുക്ക് എടുക്കാം. അതും നമ്മൾ ഒരുമിച്ച് കഴിക്കേണ്ട, കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് ചായ കുടിക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് എടുക്കുന്നവർ ഇത്ര ഫാറ്റി ലിവർ പോലെയുള്ള അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ഉള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ എടുക്കാം. പിന്നെ ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബുള്ളറ്റ് പ്രൂഫ് കോഫിയാണ്. അതിനകത്ത് ചെറിയൊരു ചേഞ്ചസേ വരുന്നുള്ളൂ. ഈ ഒരു കോഫിനകത്തോട്ട് നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഗീ ആഡ് ചെയ്യുന്നുണ്ട്, നല്ല പശുവിൻ നെയ്യ് ആഡ് ചെയ്യുകയാണ്. അത് നമുക്ക് അത്രയും ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ അത്രയും സേഫായിട്ട് കിട്ടുന്ന രീതിയിലുള്ള ഗീ ആയിരിക്കണം ആഡ് ചെയ്യേണ്ടത്. അപ്പം അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നിങ്ങൾ ആ കോഫി കുടിക്കുന്നതും നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ഫാറ്റിൻ്റെ ആ ഒരു റിഡക്ഷന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഫാറ്റ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം. അതും നമുക്ക് രാവിലെ വെറും വയറ്റിൽ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാതെ പിന്നെ രാവിലെ വെറും വയറ്റിൽ ട്രൈ ചെയ്യാൻ പറ്റുന്നത് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീയും നമുക്ക് പ്രശ്നമില്ലാത്തതാണ്, നമ്മുടെ ശരീരത്തിൽ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അത് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മതി. അപ്പോൾ ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് ബുള്ളറ്റ് പ്രൂഫ് കോഫിയും അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ബ്ലാക്ക് ടീ വിത്തൗട്ട് ഷുഗറും രാവിലെ എടുക്കാവുന്നതാണ്. അത് അവരിൽ നല്ല ചേഞ്ചസ് കൊണ്ടുവരും. കാരണം നിങ്ങൾ ഡയറ്റ് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ എക്സസൈസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കോഫി കുടിക്കുമ്പോൾ നിങ്ങളെ ഫാറ്റി ലിവർ നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പലരും ഫാറ്റി ലിവറിന് മെഡിസിൻസ് ചോദിച്ചിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു മെഡിസിൻ എന്ന് പറയുന്നത് വലിയൊരു ഓപ്ഷനായിട്ട് അവർക്ക് കൊടുക്കുന്നില്ല. കാരണം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രേഡിൽ നിൽക്കുന്ന ഫാറ്റി ലിവർ ഒക്കെ ആണെങ്കിൽ ഡയറ്റ് ശ്രദ്ധിക്കുമ്പോൾ തന്നെ അത് നോർമൽ ആവുന്നുണ്ട്. പലരിലും ഒരുപാട് ചേഞ്ചസ് ആളുകളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ മെഡിസിന് വേണ്ടി മാത്രം വിളിക്കുന്നവരുണ്ട്. അപ്പം മെഡിസിൻസ് നിങ്ങൾ കഴിച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ബോഡീനെ ഒരു ഹെൽത്തി കണ്ടീഷനിലോട്ട് കൊണ്ടുവരരുത്. കാരണം വീണ്ടും അതൊരു അൺഹെൽത്തി സ്റ്റേജിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും മെഡിസിൻസ് തന്നെ വേണ്ടി വരും. എന്നാലും നിങ്ങൾ ഒരു തവണ ഡയറ്റ് എടുത്ത് അല്ലെങ്കിൽ ഭക്ഷണ ക്രമീകരണം നടത്തിയിട്ടാണ് ഈ ഒരു നോർമൽ സ്റ്റേജിലോട്ട് വന്നതെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ഈ ഭക്ഷണ ക്രമീകരണം നടത്തുന്നതുകൊണ്ട് ബോഡിക്ക് വലിയ പ്രശ്നങ്ങളില്ല, അപ്പോൾ ബോഡിക്ക് ദോഷം ചെയ്യുന്നില്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഒരു നല്ല ഡയറ്റിനാണ്. ഇപ്പോൾ ഫാറ്റി ലിവർ ഉള്ള വ്യക്തികൾ
ഡയറ്റ് ശ്രദ്ധിക്കണം. അവർ ഈ കോഫി കുടിച്ച് ഇരുന്നാൽ മാത്രം അവർക്ക് ഫാറ്റി ലിവർ നോർമൽ ആവില്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളെ ഭക്ഷണ രീതിയിൽ ക്രമീകരണങ്ങൾ എന്ന് പറയുമ്പോൾ റെഡ് മീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ജസ്റ്റ് നിങ്ങളൊരു 1 മന്ത് ശ്രദ്ധിക്കാം. ഒരു മാസത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും. ഒരു മാസത്തിൽ ഞാൻ ഈ പറഞ്ഞ ബുള്ളറ്റ് പ്രൂഫ് കോഫി അല്ലെങ്കിൽ പ്ലെയിൻ കട്ടൻ കാപ്പി നിങ്ങൾ ട്രൈ ചെയ്യുക, 2 നേരമായിട്ട് എടുക്കുക. പ്ലസ് ഒരു 45 മിനിറ്റ്സ് എല്ലാ ദിവസവും കൈ വീശി നടക്കുകയോ അല്ലെങ്കിൽ ജിമ്മിൽ പോവുകയോ ചെയ്യുക. നന്നായിട്ട് വിയർക്കുക. അല്ലെങ്കിൽ കളിക്കാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും കളിക്കണം. ഈ ഒരു മാസത്തിൽ എല്ലാ ദിവസവും നിങ്ങൾ കളിക്കാൻ പോകണം. അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഡയറ്റാണ്. ഡയറ്റിനകത്ത് ശ്രദ്ധിക്കേണ്ടത് കൂടുതലായിട്ടും എണ്ണക്കടികൾ വേണ്ട. അതുപോലെ തന്നെ ബീഫ്, മട്ടൺ പോലുള്ള പോർക്ക്, റെഡ് മീറ്റുകൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക തന്നെ വേണം ഈ ഒരു 1 മന്തിൽ. നമുക്ക് ചിക്കൻ കഴിക്കാം, ചിക്കൻ വലിയ പ്രശ്നമില്ല. പൊരിച്ചത് ഒഴിവാക്കുക, വറുത്തത് അത്തരം ഐറ്റംസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഒന്നെങ്കിൽ കറി വെച്ചിട്ട് കഴിക്കുക, അല്ലെങ്കിൽ സ്റ്റീം ചെയ്തിട്ട് നന്നായിട്ട് സ്റ്റീം ചെയ്തിട്ട് വേവിച്ചിട്ട് കഴിക്കാം. അതാണ് നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ഓപ്ഷൻ. അപ്പോൾ അത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നമുക്ക് ചിക്കൻ എടുക്കാം. മുട്ട നമുക്ക് എല്ലാ ദിവസവും കഴിക്കാം. മുട്ട കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. മുട്ട ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സ്പാനിഷ് ഓംലെറ്റ് ആക്കിയിട്ട് പ്രിപ്പയർ ചെയ്യാം. അതിനകത്ത് ഒരുപാട് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അപ്പം ഉള്ളിയും പച്ചമുളകും നമ്മൾ മുട്ട പൊരിക്കുന്ന സമയത്ത് ആഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വെജീസ് ആഡ് ചെയ്യാവുന്നതാണ്. തക്കാളി, ക്യാപ്സിക്കം, ക്യാരറ്റ്, ഉള്ളി, ഇതെല്ലാം കൂടി ആ ഒരു മുട്ടയിൽ വരുന്ന സമയത്ത് അത് അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റിയിലോട്ട് പോവുകയാണ്. അപ്പം തന്നെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫുൾനെസ് കിട്ടും. അപ്പോൾ അതിനകത്ത് കുറേ വെജീസ് വന്നു, നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊന്ന് ഫാറ്റി ലിവറുള്ള ആളുകളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ മുട്ടയും മത്സ്യവും അവർക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പഞ്ചസാര മാക്സിമം അവർ ഒഴിവാക്കുക തന്നെ ചെയ്യണം. പലർക്കും സ്റ്റാർട്ടിങ്ങിലൊക്കെ ഈ പഞ്ചസാര ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് എടുക്കുക. അത്യാവശ്യം 1-2 സ്പൂണൊക്കെ നിങ്ങൾ പഞ്ചസാര ആഡ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ ആക്കുക. പകുതി അതൊരു കാലിലോട്ട് കൊണ്ടുവരിക. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ചില ആളുകൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, പഞ്ചസാര ചായയിലിട്ട് കുടിക്കില്ല, പക്ഷേ ചില ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അത്തരം ശീലങ്ങളും കൂടി ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങളുള്ള ആളുകൾ ഒഴിവാക്കുക തന്നെ വേണം. പിന്നെ ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നല്ല പഴുത്ത ഫ്രൂട്ട്സുകൾ പരമാവധി ഒഴിവാക്കിയിട്ട് ഒരു ആവറേജ് സൈസിലുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കാം. പിന്നെ കേർഡ്, അതുപോലെ തന്നെ ബട്ടർ മിൽക്ക്, ഇതൊക്കെ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം അങ്ങോട്ട് ഒഴിവാക്കുന്നില്ല. കുറച്ച് അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് ഹെൽത്തി ആയിട്ടുള്ളത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഫാറ്റി ലിവറും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡയറ്റ് എടുക്കുന്നത്. പിന്നെ വൈറ്റ് റൈസിൻ്റെ അളവ് കുറയ്ക്കുക. വൈറ്റ് റൈസ് കുറയ്ക്കും പോലെ തന്നെ അരി കൊണ്ടുള്ള ആഹാരങ്ങളുടെ അളവും കുറയ്ക്കണം നിങ്ങൾ. ഇപ്പം പുട്ട്, പത്തിരി, ഇതൊക്കെ കൂടുതലും അരി മാത്രം വരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അളവ് കുറയ്ക്കുക. ഇപ്പോൾ ഇഡ്ഡലിയൊക്കെ ആണെങ്കിലും അതിനകത്ത് ഉഴുന്നും കൂടി വരുന്നുണ്ട്. അത് കരുതിയിട്ട് നിങ്ങൾ ഒരു 10 ഇഡ്ഡലി ഒന്നും ഒരു ദിവസം കഴിക്കരുത്. വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രം കഴിക്കുക. 2 to 3 മാത്രം കഴിക്കുക. പിന്നെ ഇടവേളകളിലായിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വിശക്കില്ല. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ചെറിയ ക്വാണ്ടിറ്റി ഇടവേളകളിലായിട്ട് കഴിക്കുക. ഇപ്പോൾ രാവിലെ 1-2 ഇഡ്ഡലി കഴിച്ചു കഴിഞ്ഞാൽ 11 മണിക്ക് നിങ്ങൾക്ക് ലൈറ്റായിട്ട് വേറെ എന്തെങ്കിലും കുടിക്കുകയോ അല്ലെങ്കിൽ നട്ട്സുകളോ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് കഴിക്കുക. ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കുക. ഇത് രാവിലെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കുമ്പം നിങ്ങൾക്ക് നന്നായിട്ട് വിശക്കും. വിശന്ന് കഴിയുമ്പോൾ നിങ്ങൾ ഒരുപാട് ചോറ് കഴിക്കും. അതുകൊണ്ടാണ് ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം കഴിക്കാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെയുള്ള കണ്ടീഷൻസും നമുക്ക് കുറച്ചെടുക്കാം. ഫാറ്റ് വന്ന് അടിഞ്ഞു കൂടുന്നത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റി ലിവറൊക്കെ നോർമലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്, കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക് ആയിട്ട് വീണ്ടും കാണാം.